ഇൻ ദ വേക്ക് ഓഫ്. ഇതിൻ്റെ മീനിങ് ആസ് എ റിസൾട്ട് ഓഫ്, ബിക്കോസ് ഓഫ്. ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായി, അതിൻ്റെ ഫലമായിട്ട് വേറൊരു കാര്യം കൂടി സംഭവിക്കുന്നു. അതിൻ്റെ ഫലമായി, പരിണത ഫലമായി, അതിൻ്റെ പശ്ചാത്തലത്തിൽ, ഇതൊക്കെയാണ് ഇതിൻ്റെ മീനിങ്. ഇൻ ദ വേക്ക് ഓഫ്. ഇൻ ദ വേക്ക് ഓഫ് ദിസ് സ്കാം. ഈ അഴിമതിയുടെ പശ്ചാത്തലത്തിൽ. ഇൻ ദ വേക്ക് ഓഫ് ബോംബ് ഡിറ്റക്ഷൻ. ബോംബ് ഡിറ്റക്റ്റ് ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിൽ. ദ മാർക്കറ്റ് ഹാസ് ബീൻ ക്ലോസ്ഡ് ഇൻ ദ വേക്ക് ഓഫ് സം ഡിസ്റ്റർബൻസസ് ഇൻ ദ മാർക്കറ്റ്. ദ മാർക്കറ്റ് ഹാസ് ബീൻ ക്ലോസ്ഡ് ഇൻ ദ വേക്ക് ഓഫ് സം ഡിസ്റ്റർബൻസസ് ഇൻ ദ മാർക്കറ്റ്. മാർക്കറ്റിലുണ്ടായ ചില കുഴപ്പങ്ങളുടെ പശ്ചാത്തലത്തിൽ ദ മാർക്കറ്റ് ഹാസ് ബീൻ ക്ലോസ്ഡ്. മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുകയാണ്. സം പോലീസ് ഓഫീസേഴ്സ് ഹാഡ് ബീൻ ഡിപ്ലോയിഡ് ഇൻ ദ വേക്ക് ഓഫ് യെസ്റ്റർഡേയ്സ് ബോംബ് ബ്ലാസ്റ്റ്. Some police officers had been deployed in the wake of yesterday's bomb blast. ഇന്നലത്തെ ബോംബ് സ്ഫോടനത്തിൻ്റെ പശ്ചാത്തലത്തിൽ കുറച്ച് പോലീസ് ഓഫീസേഴ്സ് അവിടെ വിന്യസിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഡിസീസസ് സ്റ്റാർട്ടഡ് സ്പ്രെഡിങ് ഇൻ ദ വേക്ക് ഓഫ് ദ ഫ്ലഡ്. ഡിസീസസ് സ്റ്റാർട്ടഡ് സ്പ്രെഡിങ് ഇൻ ദ വേക്ക് ഓഫ് ദ ഫ്ലഡ്. ഫ്ലഡിൻ്റെ ഫലമായിട്ട് അസുഖങ്ങൾ സ്പ്രെഡ് ചെയ്യാൻ തുടങ്ങി. സം മെമ്പേഴ്സ് ഓഫ് ദ കമ്മിറ്റി ഹാവ് ബീൻ അറസ്റ്റഡ് ഇൻ ദ വേക്ക് ഓഫ് ദിസ് സ്കാം. സം മെമ്പേഴ്സ് ഓഫ് ദ കമ്മിറ്റി ഹാവ് ബീൻ അറസ്റ്റഡ് ഇൻ ദ വേക്ക് ഓഫ് ദിസ് സ്കാം. ഈ ഒരു അഴിമതിയുടെ പശ്ചാത്തലത്തിൽ കമ്മിറ്റിയിലെ കുറച്ച് മെമ്പേഴ്സിനെ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. സ്കാം എന്നാൽ അഴിമതി. He was terminated in the wake of his misbehavior. He was terminated in the wake of his misbehavior. അദ്ദേഹത്തിൻ്റെ മോശം പെരുമാറ്റത്തിൻ്റെ ഫലമായിട്ട് അദ്ദേഹം ജോലിയിൽ നിന്ന് ടെർമിനേറ്റഡ് ആയി എന്ന് പറഞ്ഞാൽ ജോലിയിൽ നിന്ന് പിരിച്ചു വിട്ടു എന്നർത്ഥം. ഇപ്പോൾ ഇൻ ദ വേക്ക് ഓഫ് എന്നതിൻ്റെ മീനിങ് മനസ്സിലായില്ലേ? കൂടുതൽ സെൻറ്റൻസസ് ഉണ്ടാക്കി പ്രാക്ടീസ് ചെയ്യൂ.